നമസ്കാരം. ചോറ്റാനിക്കര ക്ഷേത്രത്തെപ്പറ്റി കേൾക്കാത്തവരില്ല. ചോറ്റാനിക്കര 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ചോറ്റാനിക്കര രണ്ടിലും, മേക്കാവിലും കീഴ്ക്കാവിലും. ചോറ്റാനിക്കരയിൽ പ്രധാനപ്പെട്ട കാർത്തിക നക്ഷത്രമൊക്കെ ആണെങ്കിലും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ചോറ്റാനിക്കര മകം. ചോറ്റാനിക്കര മകം എന്ന് പറഞ്ഞ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, ചോറ്റാനിക്കര മകത്തുന്നാൾ ദേവിയെ ദർശനം ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും. പ്രത്യേകിച്ച് മംഗല്യം, സുമംഗലി ഭാവം, വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം, എന്താണോ ആഗ്രഹിച്ച് അമ്മയെ തൊഴുന്നത് അത് നടന്നിരിക്കും. കൃത്യം 2 മണിക്കാണ് അത് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഉച്ചയ്ക്ക് 2 മണിക്ക് ഇതുപോലെ തന്നെ മകം തൊഴൽ ഒരു ഏർപ്പാടുണ്ട്. കാരണം എല്ലാവർക്കും ചോറ്റാനിക്കര എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചോറ്റാനിക്കര മകം എന്താണ് ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ചോറ്റാനിക്കരയിൽ ഇതുപോലെ തന്നെ ഒരു സ്ത്രീ പുല്ലരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അരിവാളിന് മൂർച്ച കൂട്ടാൻ വേണ്ടി കാച്ചിപ്പോൾ അതിൽ രക്തം ഒഴുകുന്ന കണ്ടു. വേഗം പോയി അപ്പം തന്നെ അവർ ഓടിപ്പോയി അവിടുത്തെ തമ്പുരാനോട്, അതായത് മനയ്ക്കൽ തമ്പുരാനോട് എന്ന് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു. വേഗം അദ്ദേഹം വന്ന് നോക്കി. അന്ന് രാത്രി സ്വപ്നം ദർശനം കൊടുക്കുകയാണ്, എന്നെ വരിച്ചോളൂ, ഇന്ന സ്ഥലത്ത് എന്നെ പ്രതിഷ്ഠിച്ചോളുന്നു. ആദ്യം ദേവീ പ്രതിഷ്ഠ ഉണ്ടായത് പവിഴമല്ലിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ആ ചോറ്റാനിക്കൽ തന്നെയാണ്. ആ ദേവിയെ അങ്ങനെ പ്രതിഷ്ഠയൊക്കെ നടത്തി, ചോറ്റാനിക്കര അമ്മയുടെ പ്രതിഷ്ഠ നടത്തി. ചോറ്റാനിക്കരയിലെ പ്രാധാന്യം എന്ന് വെച്ചാൽ, നമുക്ക് പ്രേതബാധകൾക്ക് ചേർന്ന് പണ്ട് ബാധാ-ഉപദ്രവം, പ്രേതോപദ്രവം, പേടിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ ശത്രുദോഷം വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് ചോറ്റാനിക്കരയിൽ പോയി ഭജനമിരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഭജനം ചെയ്ത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. തലകൊണ്ട് ആണി അടിച്ച് കയറ്റും ഒരു മരത്തുമ്മേ, അതായത് കീഴ്ക്കാവിലൊരു മരത്തുമ്മേ തലകൊണ്ട് ആണി അടിച്ചിട്ട്. മറ്റേടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അത്. പക്ഷേ ഭസ്മം അല്ലെങ്കിൽ മഞ്ഞപ്പൊടി തൂത്ത് വെച്ചാൽ അത് ആ പാടേ കാണില്ല നെറ്റിത്ത്. അങ്ങനെ ബാധയർക്ക് ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസമൊക്കെ ഭജനമിരുന്ന് ദോഷങ്ങൾ തീർക്കുന്ന ഒരാൾ. ഭയങ്കര ശക്തിയാണ്, ശക്തി സ്വരൂപിണിയാണ് അവിടെ. അതുപോലെ അവിടെ കീഴ്ക്കാവിലുണ്ട്. കീഴ്ക്കാവിൽ അവിടെ ശാന്തസ്വരൂപിണിയാണ് മേൽക്കാവിലമ്മ. കീഴ്ക്കാവിൽ ഗുരുതി എന്നൊരു പരിപാടിയുണ്ട്. ഗുരുതി രാത്രി കാലങ്ങളിലാണ് ഗുരുതി. ഈ ഗുരുതി സമയത്ത് ആളുകൾക്ക് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി അവരത് തുള്ളുകയൊക്കെ ചെയ്യും. തുള്ളി പരിസരബോധം മറന്ന് തുള്ളിയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ജലം തളിച്ചു കഴിഞ്ഞാൽ ആളപ്പം നിൽക്കും. ഈ തീർത്ഥജലം അത്രയ്ക്ക് പവർഫുള്ളാണ് കീഴ്ക്കാവിലമ്മ. കീഴ്ക്കാവിൽ അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ശത്രുദോഷമോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കീഴ്ക്കാവിൽ പോയി ഗുരുതിക്കൂട്ട് സമർപ്പിച്ചാൽ വളരെ നല്ലതാണ്. ഗുരുതിക്കൂട്ടും നെയ്വിളക്കും സമർപ്പിച്ചാൽ മതി. ഈ അതേപോലെ തന്നെ മേൽക്കാവിൽ ഐശ്വര്യം ഉണ്ടാകാനൊക്കെ ശർക്കര നിവേദിക്കാവുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പം നമുക്കൊരാൾ ഇവിടുന്ന് കാണാണ്ടായി എന്ന് വിചാരിക്കുക, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു പോയി, 41 ദിവസം തുടർച്ചയായിട്ട് ദേവിക്ക് ശർക്കര നിവേദിച്ചാൽ ആളുടെ വിവരം നമുക്കറിയാൻ പറ്റുന്നതാണ്. അത്രയ്ക്കും ശക്തിയുള്ള ദേവിയാണ് ചോറ്റാനിക്കര അമ്മ. ആ ചോറ്റാനിക്കര അമ്മയ്ക്ക് വില്ലുമംഗൽ സ്വാമിയാർന്നൊരു സ്വാമിയാരുണ്ട്. അദ്ദേഹം വില്ലുമംഗൽ സ്വാമിയാർക്ക് വന്ന് ദേവിയുടെ അടുത്ത് വന്നപ്പോൾ ദേവി ദർശനം കൊടുത്തതാണ്, സർവാഭരണ ഭൂഷണിയായിട്ടാണ് ദർശനം കൊടുത്തത്. ആ ദിവസമാണ് ചോറ്റാനിക്കര മകമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ചോറ്റാനിക്കര മകം തൊഴുതാൽ, അത് 2 മണിക്കാണ് ദർശനം, ആ തൊഴുതാൽ തലേ ദിവസം വന്നേ ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് ഉത്സവ സമയമാണ് അവിടെ. ആ ഉത്സവ സമയത്ത് ഉത്തരത്തിലാണ് ആറാട്ട്. ആ ഉത്സവ സമയത്താണ് ഈ മകം വരുന്നത്. ഈ മകം നക്ഷത്രത്തിൽ നമ്മൾ ചോറ്റാനിക്കര മകം കണ്ട് തൊഴുതാൽ നമ്മുടെ ആഗ്രഹ സാഫല്യം നടക്കും. ഇപ്പോൾ കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ അവിടുത്തെ ഒരു 3 കൊല്ലം അടുപ്പിച്ച മകം തൊഴുത് എത്ര തടസ്സമുണ്ടെങ്കിലും വിവാഹം നടന്നിരിക്കും. സന്താനങ്ങളില്ലാത്തവർക്കാണെങ്കിൽ സന്താനം ഉണ്ടാവാനും, അതുപോലെ വീട് ഗ്രഹം എല്ലാവർക്കും വേണ്ടതാണല്ലോ കയറി കിടക്കാൻ ഒരു വീട്, ആ വീടില്ലാത്തവർക്ക് വീടുണ്ടാവാനും, എന്ന് വേണ്ട എന്ത് കാര്യം പഠിക്കാത്ത കുട്ടികൾക്ക് പഠിച്ചാലൊക്കെ പേർക്കുണ്ടാവുമെങ്കിലും ചോറ്റാനിക്കര അമ്മയെ വിചാരിച്ചാൽ വളരെ നല്ലതാണ്. ചോറ്റാനിക്കരയിൽ നിന്ന് ഒരു തയ്യലസിൽ മണ്ണ് നിറച്ച് കിട്ടുന്നുണ്ട്. അതൊക്കെ ശുദ്ധമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നങ്ങൾ, പേടിക്കുക, രാത്രി കിടന്ന് കരയുക, അതൊന്നും ഉണ്ടാവില്ല. ചില കുട്ടികൾ രാത്രി കിടന്ന് ഉറക്കത്തിൽ മൂത്രമൊഴിക്ക് പേടിച്ചിട്ടൊക്കെ, അതൊക്കെ ഇല്ലാണ്ടാവാനായിട്ട് ചോറ്റാനിക്കര അമ്മയുടെ തകിട് നമ്മൾ കൂട് വാങ്ങിച്ചു കൊടുത്ത് മണ്ണ് നിറച്ച് കിട്ടുന്ന പരിപാടിയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് തരുള്ളൂ. ഇപ്പോഴൊക്കെ അപ്പം തരും, എനിക്കറിയില്ല എന്താണ്. പക്ഷെ അങ്ങനെ ആ മണ്ണ് നിറച്ച് ആ മണ്ണിന് പ്രാധാന്യമുണ്ട്. അതുപോലെ ചോറ്റാനിക്കര അമ്പലത്തിൽ നെയ്യഭിഷേകം ചെയ്യാൻ പറ്റില്ല. കാരണം ആ കല്ല് പ്രത്യേക തരത്തിലുള്ള കല്ലാണ്. അവിടെ മറ്റുള്ള അഭിഷേകം ചെയ്യും, നെയ്യഭിഷേകം ചെയ്ത് അതിനകത്ത് കയറിയിരിക്കും. അതാണ് അമ്മയെ നിർമ്മാല്യം ചെയ്യുക. പിന്നെ പന്തീരടി പൂജ എന്ന് പറയുക. പന്തീരടി പൂജ തൊഴുതാൽ, പന്തീരടി പൂജ തൊഴുതു കഴിഞ്ഞാൽ സർവാഭരണ വിഭൂഷിതമായിട്ട് ഇരിക്കുന്നത്. ആ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ചോറ്റാനിക്കര മകം എന്ന് പറയുന്നത്. അതുപോലെ വൃശ്ചിക മാസത്തിൽ കാർത്തികയുണ്ട് കേട്ടോ. ഒരുപാട് ദിവസങ്ങളുണ്ട്, പക്ഷേ
ചോറ്റാനിക്കര മകം തൊഴുതാൽ ആഗ്രഹങ്ങൾ നടക്കുന്നു. എന്താഗ്രഹിച്ചാൽ നമുക്ക് അമ്മ മഹാമായ നമുക്ക് സാധിച്ചു തരുന്നു. ഇപ്പോൾ നമ്മൾ സമീപത്തുള്ള ക്ഷേത്രം, എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും ദേവിയെയും ഉച്ച സമയത്ത് നമ്മൾ എങ്ങനെ പോകണം? നമ്മളും നല്ല കുളിച്ച് നല്ല സുന്ദരിയായിട്ട്, കാരണം ശുക്രൻ്റെ ഇതാണ് ഇപ്പോൾ അത് സംഭവിക്കുന്നത്. ചിങ്ങത്തിലാണല്ലോ നമ്മൾ വരുന്നത്, ചിങ്ങത്തിൽ. അപ്പോൾ ആ ശുക്രൻ്റെ ഒരു രാശിയാണ്. ആ സമയത്ത് പോയി നമ്മൾ തൊഴുത് ദേവിയോട് പ്രാർത്ഥിച്ചാൽ ദേവി നമുക്ക് എല്ലാം തരും. മുല്ലപ്പൂക്കെ ചൂടി പോകണം എന്നൊക്കെയാണ് പറയണത്. നല്ല വൃത്തിയായിട്ട് വസ്ത്രങ്ങൾ ധരിച്ച് നല്ല മുല്ലപ്പൂക്കെ ചൂടി സുന്ദരിയായിട്ടാണ് അമ്മയെ കാണാൻ പോകേണ്ടത്. സുന്ദരിയായ അമ്മയെ സുന്ദരിയായി നമ്മൾ കാണുന്നു. അപ്പോൾ സൗന്ദര്യധാമമായിരിക്കുന്ന അമ്മ നമുക്ക് ഇതെല്ലാം വാരിക്കോരി തരുന്നു. നമുക്ക് അർഹതയുള്ളേ കിട്ടുള്ളൂ കേട്ടോ, അർഹതയുള്ളത് മാത്രം. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് ചോറ്റാനിക്കര മകം. ചോറ്റാനിക്കര മകത്തിന് പോയി ഇട്ടിയോട്ട് നമ്മൾ ഒത്ര തിരക്കെങ്കിലും ജനങ്ങൾ പല സ്ഥലത്തുനിന്നും എത്തുന്നുണ്ട് ചോറ്റാനിക്കര മകം തൊഴാൻ. ചോറ്റാനിക്കര മകത്തിൽ വില്ലുമംഗലം സ്വാമിക്ക് ദർശനം കൊടുത്താണ്. 2 മണിക്കാണ് കൃത്യസമയം. എങ്കിലും സന്ധ്യ വരെ നമ്മൾ തൊഴുന്നു. കാരണം 2 മണിക്കൊന്നും എല്ലാവർക്കും തൊഴാൻ പറ്റുന്നില്ല. ഒന്നും വേണ്ട, ആ മണ്ണിൽ ചവിട്ടി നിന്നാൽ മതി. ആ സമയത്ത് ആ മണ്ണിൽ കാലൂന്നി നിന്നാൽ തന്നെ നമുക്ക് വളരെയധികം പുണ്യം കിട്ടും. അത്രയ്ക്ക് പവർഫുള്ളാണ് ചോറ്റാനിക്കര മകം. ചോറ്റാനിക്കര കിഴക്കാവിലും ചോറ്റാനിക്കരയുണ്ട്, ഈ 2 സ്ഥലത്തും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ധനസമ്പത്ത്, ഇപ്പം ധനമാണല്ലോ എല്ലാവർക്കും വേണ്ടത്. ധനമുണ്ടാവാനായിട്ട് മഞ്ഞ പട്ടിൽ 21 ഒറ്റ രൂപ കോയിൻ കെട്ടി പിന്നെ ശർക്കരയും കൂടി മേൽക്കാവിൽ സമർപ്പിച്ചാൽ നമുക്ക് ധനസമൃദ്ധി ഉണ്ടാവും. അതുപോലെ കിഴക്കാവിൽ ചുവന്ന പട്ടിൽ 21 കോയിൻസ് കെട്ടി സമർപ്പിച്ചാൽ ഒരു ഗുരുതിക്കൂട്ട് കൊടുത്ത് നെയ്വിളക്കും കൊടുത്താൽ അമ്മ നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും തരും. ധനസമൃദ്ധി നമുക്കുണ്ടാവും. ഇതൊക്കെ അനുഭവമുള്ള കാര്യങ്ങളാണ്, സത്യമായ കാര്യങ്ങളാണ്. ചോറ്റാനിക്കര നമ്മൾക്ക് അടുത്താണല്ലോ. ചോറ്റാനിക്കരയൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് പോയി അനുഭവമുള്ള കാര്യങ്ങളാണ്. അത്രത്തോളം പവർഫുള്ളായ ചോറ്റാനിക്കരമ്മേ എല്ലാവർക്കും മകരനക്ഷത്രത്തിൽ തൊഴാൻ സാധിക്കട്ടെ. എല്ലാവർക്കും മകരനക്ഷത്രത്തിൽ തൊഴുകയും അതുപോലെ തന്നെ ഉത്ര നക്ഷത്രം. പിന്നൊരു സംഭവമുണ്ട്, ഉത്രത്തിൽ ആറാട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, പ്രവേശിക്കാൻ പാടില്ല. ഉത്രത്തിൽ ആറാട്ട് കഴിഞ്ഞാൽ പിന്നെ ദേവി അവിടുന്ന് മാറിപ്പോകുന്നതാണ് പറയണത്. എന്തായാലും അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, ആ കുളത്തിലൊക്കെ പോകുന്നതാണ് പറയണത്. അപ്പോൾ ഉത്രം ആറാട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോകാൻ പാടില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാം, പ്രവേശനമുള്ളൂ. അത്രത്തോളം. അപ്പോൾ ഈ ബാധകളൊക്കെ വരുന്നതാണ് പറയുന്നത്. അവിടെ ആനയടിച്ചിരിക്കുന്ന ബാധകളൊക്കെ ഇറങ്ങുന്നതാണ് പറയണത്. അത് ഓരോ വിശ്വാസങ്ങളാണ്, ഓരോരുത്തരുടെ വിശ്വാസം. എന്തായാലും ചോറ്റാനിക്കര അമ്പലത്തിൽ എല്ലാവർക്കും പോകാൻ സാധിക്കും. ചോറ്റാനിക്കരമ്മയെ തൊഴാൻ സാധിക്കും, മകം തൊഴാൻ സാധിക്കും. അതുപോലെ തന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരു ദിവസമെങ്കിലും മുഴുവൻ പൂജയും നമ്മൾ, അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 12 എല്ലാ പൂജയും നമുക്ക് പങ്കുവയ്ക്കാൻ ഭാഗമാകാൻ സാധിച്ചാൽ നമുക്ക് വളരെയധികം നല്ലതാണ്. ചോറ്റാനിക്കര എന്ന് പറഞ്ഞാൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണെങ്കിലും വളരെയധികം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് എന്നും തിരക്കാണ് ചോറ്റാനിക്കര. ഗുരുവായൂർ പോലെ തിരക്കാണ് ചോറ്റാനിക്കരയിലും. അത്രയ്ക്ക് തിരക്കുള്ള ഒരു അമ്പലമാണ്. കാരണം എന്തുകൊണ്ടാണ്? ആളുകൾക്ക് ആഗ്രഹം നടക്കുന്നതുകൊണ്ടല്ലേ വരുന്നത്. എല്ലാവരും വരുമല്ലെങ്കിൽ ആഗ്രഹ സാഫല്യം നടക്കുന്നതുകൊണ്ടാണ് ചോറ്റാനിക്കൽ കൃത്യമായിട്ട് എല്ലാവരും വന്ന് തൊഴുന്നത്. അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ നമ്മൾ ചോറ്റാനിക്കരയെ പ്രാർത്ഥിക്കുക. ചോറ്റാനിക്കര അമ്മ ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്നാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിലും അവിടെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിലും അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുകയോ അതുപോലെ ദേവീ മാഹാത്മ്യം ജപിക്കുകയോ ചെയ്താൽ വളരെ നല്ലതാണ്. ദേവീ മാഹാത്മ്യത്തിലെ 11-ാം അധ്യായം അവിടെ നിന്ന് ജപിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ വളരെ നല്ലതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പറഞ്ഞാൽ അമ്മയും കൃഷ്ണൻ്റെ ഒരു ചൈതന്യം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ അവിടെ ഒരു ശിവനുണ്ട്, അത് ഏറ്റുമാനൂരപ്പനാണെന്നാണ് പറയുന്നത്. ഏറ്റുമാനൂരപ്പൻ്റെ അത്രയും പ്രാധാന്യമുള്ളൊരു ശിവനാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഗണപതി, പിന്നെ അവിടെ ജ്യേഷ്ഠാപതി നമ്മൾ സാധാരണ തൊഴാറില്ല. അതിനും വലിയ കഥയുണ്ട്. ഒരു തിരുമേനി പോന്നപ്പോൾ അദ്ദേഹത്തിന് ദേവി മഹാത്മ്യം എടുക്കാൻ മറന്നു എന്നാണ് പറയുന്നത്. യക്ഷി ഓടിച്ചു വിട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഓടി വന്ന് ചോറ്റാനിക്കര അമ്പലത്തിലെത്തി. അകത്തേക്ക് കടന്നു ഒരു കാല്. അത് കാരണം യക്ഷിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമ്മ എന്ത് ചെയ്തു? യക്ഷിയെ കൊന്ന് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ആ യക്ഷിയെ നമ്മൾ തൊഴാറില്ല സാധാരണ. അതാണ് ജ്യേഷ്ഠ എന്ന് പറയുക അതിനെ. ജ്യേഷ്ഠ ആ നാഗത്താരുടെ തൊട്ടപ്പുറത്താണ്. അവിടെ തൊഴാറില്ല സാധാരണയായിട്ടും. അവിടുത്തെ നാഗർക്കും ശക്തിയുണ്ട്. അതുപോലെ ഏറ്റുമാനൂരപ്പൻ്റെ ചൈതന്യമാണ് ആ മഹാദേവനുള്ളത്. മഹാദേവൻ ധാരയൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. എല്ലാവർക്കും ചോറ്റാനിക്കരയിൽ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.